നമസ്കാരം. ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് ഉള്ളത് സാബു സഹദേവൻ സാറാണ്. സാറ് നമസ്കാരം സാർ. സാറ് NSGയിൽ ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. NSG കമാൻഡോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. ഞങ്ങൾ കണ്ടിട്ടുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് NSG കമാൻഡോയുടെ ഓപ്പറേഷൻ കാണുന്നത് 26/11 സമയത്താണ്. അവരിങ്ങനെ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ റോപ്പിലൂടെ താഴേക്ക് ഇറങ്ങുന്നു, അറ്റാക്ക് നടത്തുന്നു. പിന്നെ നമ്മൾക്ക് NSG കമാൻഡോ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേര് സന്ദീപ് ഉണ്ണികൃഷ്ണനാണ്. ഈ കീർത്തി ചക്ര അങ്ങനത്തെ സിനിമകളൊക്കെ വന്നപ്പോൾ നമുക്ക് അറിയാം NSG എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് എന്നൊക്കെ മനസ്സിലായി. പക്ഷേ ശരിക്കും ഞാൻ NSGയെ പറ്റിയിട്ട് കുറച്ചൊരു ആർമി ആസ്പെക്ട് കൂടെ ആയിരുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ടഫസ്റ്റ് ട്രെയിനിങ് ആണ് NSGയുടെ എന്നാണ് കേട്ടിട്ടുള്ളത്. സാർ എങ്ങനെയായിരുന്നു സാറിൻ്റെ ട്രെയിനിങ് അനുഭവം? അത് കേട്ട പോലെ തന്നെ NSGയുടെ ട്രെയിനിങ് നല്ല ശക്തമായിട്ടുള്ള ഹാർഡ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ CRPF നിന്നാണ്, ഞാൻ ബേസിക്കലി CRPF പേഴ്സൺ. അപ്പോൾ CRPF നിന്നാണ് ഞങ്ങളുടെ സെലക്ഷൻ കിട്ടി NSGയിലോട്ട് പോകുന്നത്. അപ്പോൾ NSG ഞങ്ങൾ ഓൾറെഡി ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. CRPFൻ്റെ ട്രെയിനിങ് ജസ്റ്റ് കൺക്ലൂഡായി, ഞങ്ങൾ സെലക്റ്റായി NSGയിലോട്ട് പോയി. NSG ചെന്ന് അവർ പറഞ്ഞ് ഇനിയും ട്രെയിനിങ് ഉണ്ടെന്ന്. ഞങ്ങൾ മേടിച്ചു പോയി, ഇനി എന്ത് ട്രെയിനിങ്, ഓൾറെഡി ഞങ്ങൾ കഴിഞ്ഞിട്ട് വന്നതല്ലേ, ബേസിക് ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടാണ് പറഞ്ഞു. ആ ട്രെയിനിങ് വേറെ, ഈ ട്രെയിനിങ് വേറെ. ഇത് കമാൻഡോ ട്രെയിനിങ് ആണ്. ആൻഡ് യു ഹാവ് ടു അണ്ടർഗോ ദിസ് മച്ച് ട്രെയിനിങ്. അതിനൊരു 3 മാസത്തെ ട്രെയിനിങ് ആണ്. ലിറ്ററലി ആ ട്രെയിനിങ് വൺ ഓഫ് ദി ഹാർഡസ്റ്റ് ഇൻ ദ വേൾഡ്. അത് ലോകത്തിലെ തന്നെ ഒരു ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. എല്ലാ സിറ്റുവേഷനിലും എല്ലാ കാലാവസ്ഥയിലും അതിജീവിക്കാനും അതിനെ പ്രതിരോധിക്കാനും പ്രൊആക്റ്റീവായിട്ട് ആക്ട് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് പ്രക്രിയയാണത്. ടഫസ്റ്റ് നമുക്ക് പറയാമെങ്കിലും അതിൻ്റെ ഒരു ആവശ്യമാണ്. NSG ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇലൈറ്റ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ ദ വേൾഡ് റാദർ. അപ്പം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇസ്രായേലിനെ പോലെ അല്ലെങ്കിൽ KGB, റഷ്യയുടെ KGB പോലെ ഒക്കെ ആ ലെവലിൽ കൊണ്ടുവരണമെന്ന് നമ്മുടെ ഭരണകർത്താക്കൾ ആലോചിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് NSGയുടെ ആ ട്രെയിനിങ്ങും അതിൻ്റെ മൊഡ്യൂളും ഒക്കെ. ഹ്യൂജ് ക്യാമ്പസാണ്, ഹ്യൂജ് ക്യാമ്പസ്. ഒരു 16 കിലോമീറ്ററൊക്കെ ഓടണമെന്ന് വെച്ചാൽ ക്യാമ്പസിൽ തന്നെ ഓടിയാൽ മതി. 16 കിലോമീറ്റർ. ഒരു സൈഡ് ആരാവല്ലി മൗണ്ടൻ റേഞ്ചാണ്, മാനേസർ, ഗുരുഗ്രാം, ഇപ്പോഴത്തെ ഗുരുഗ്രാം. ഡൽഹിയിൽ നിന്നൊരു 36 കിലോമീറ്റർ കാണും. അപ്പം അന്ന് ഒരു ആക്സസിബിലിറ്റി ഇല്ല, ഓൺലി ടെൻറ്റുകൾ മാത്രമേ ഉള്ളായിരുന്നു. കാരണം അത് ഞങ്ങൾ ആദ്യകാല ബാച്ചുകളിലായിരുന്നു ഞങ്ങൾ. അപ്പം അമ്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല ടഫായിരുന്നു ട്രെയിനിങ് ടഫ്. അത് ഒരു പരിധി വരെ നമ്മൾ തിരിച്ചു പോകണമെന്ന് ആലോചിച്ചു, പല പ്രാവശ്യം ട്രൈ ചെയ്തു. പക്ഷേ എന്തോ ഒരു ഉൾവിളി ഉണ്ടായി, ഞങ്ങൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. നല്ലൊരു അനുഭവമായിരുന്നത്. സാർ, ഇപ്പോൾ ഒരു NSG കമാൻഡോയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു റൊട്ടീൻ ഒന്ന് പറയാമോ? റൊട്ടീൻ രാവിലെ സമയത്ത് ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ 5 മണി അവിടെ രാവിലെ റോൾ കോൾ അല്ലെങ്കിൽ ഫാളിൻ, അത് കഴിഞ്ഞ് പിന്നെ ഓട്ടോ ആണ്. ട്രെയിനിങ് പീരീഡിൽ ഏതൊരു കമാൻഡോയും മിനിമം ഒരു 15-20 കിലോമീറ്റർ ഓടും ഒരു ദിവസം. അത് കാരണം ഈ NSGയുടെ ഒരു യാർഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി എജിലിറ്റി വേണം. റിഫ്ലെക്സസ്, എജിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ കുറേ ആസ്പെക്ട്സ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് NSGയുടെ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ട്രെയിനിങ്ങിന് നമ്മൾ തയ്യാറാക്കുന്ന രീതികളും ആ രീതിക്കാണ്. രാവിലെ എഴുന്നേറ്റ് ഓരോ നടപടിക്രമമാണ്, ഓരോ ഓട്ടം, ചാട്ടം, പിന്നെ എക്സസൈസ്, ഓബ്സ്റ്റക്കിൾസ്, ഫയറിങ്, അങ്ങനെ കുറേ ലെക്ചേഴ്സ് ഉണ്ട്. റൂൾസ്, റെഗുലേഷൻ, NSG എന്താണ്, ഇൻറ്റേർണൽ ലോ, അതൊക്കെ കുറിച്ചുള്ള പല മൊഡ്യൂളുകൾ ചേർന്നിട്ടുള്ളൊരു ട്രെയിനിങ് പ്രക്രിയയാണ് NSGയുടെ. ഈ ഒരു ദിവസം രാവിലെ ഈ ഓട്ടമാണ് തുടക്കം എന്ന് പറഞ്ഞു. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആദ്യം PT ഭാഗമായിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഓട്ടം. ഈ ഓട്ടത്തിനിടയ്ക്ക് ഈ പറയുന്ന എക്യുപ്മെൻസും ബാക്ക് പാക്കും ഒക്കെ ഉണ്ടാവുമോ, അതോ അതിനൊക്കെ ഓരോ ദിവസങ്ങൾ എയർമാർക്ക് ചെയ്തിട്ടുണ്ട്. PPT അല്ലെങ്കിൽ PET ആണെങ്കിൽ 1 മൈൽ, PPT ആണെങ്കിൽ PPET ആണെങ്കിൽ 2 മൈൽ, അങ്ങനെയാണ്. അപ്പം അവിടെ മൈലുകളാണ്, കിലോമീറ്റർ അല്ല. അപ്പം അതിൻ്റെ ആ ഓരോ ദിവസങ്ങളനുസരിച്ച് എന്നും ഇതില്ല. അപ്പോൾ എന്നും നോർമൽ ഒരാൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത ഓട്ടം, ചാട്ടം, എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്രേക്ക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആയുധ പരിശീലനം ഉണ്ടായിരിക്കുമല്ലോ. ഓഫ് കോഴ്സ് ആയുധ പരിശീലനം ഉണ്ടല്ലോ, എൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പം ഇതിനകത്ത് NSGയുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാവരും ട്രെയിൻഡ് സോൾജേഴ്സാണ് വരുന്നത്. അതെ. അപ്പം അവർക്ക് ആയുധത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചുള്ള പിന്നെ ഫയറിങ് അങ്ങനത്തുള്ള ഒരു ട്രെയിനിങ് സംവിധാനമാണ് കൂടുതൽ ഫയറിങ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ടാക്ടിക്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഈ ക്ലോസ് കോണ്ടാക്റ്റിലുള്ള ഇതായിരിക്കുമല്ലോ മിക്കവാറും ബാറ്റിലായിരിക്കുമല്ലോ. അതെ, എപ്പോഴും NSG അല്ലെങ്കിൽ SPG ഇതെല്ലാം ക്ലോസ് കോണ്ടാക്റ്റാണ്. പ്രോക്സിമിറ്റി സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് NSG ആക്ച്വലി പറയുകയാണെങ്കിൽ ആൻറ്റി ടെററിസം ആൻഡ് ആൻറ്റി ഹൈജാക്കിങ്, ഇത് രണ്ടുമാണ് NSGയുടെ മെയിൻ 2 പോർട്ട്ഫോളിയോ. പിന്നെ പിൽക്കാലത്ത് VIP സെക്യൂരിറ്റി മന്ത്രിമാർക്ക് Z+ കാറ്റഗറിയുള്ള മന്ത്രിമാർക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ VIP സെക്യൂരിറ്റി എന്നൊരു സംഭവം ഉണ്ടായി. അത് അറിഞ്ഞോ അറിയാതെ NSGയിൽ വന്നു ചേർന്നതാണ്. കാരണം NSGയുടെ റോളല്ല. പിന്നെ പിൽക്കാലത്ത് വാജ്പേയി സാബ് PM ആയിരുന്നപ്പം ആ റോൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുകയും Z+ സെക്യൂരിറ്റി ആർക്കൊക്കെ എസെൻഷ്യലി ആവശ്യമാണ് അവർക്ക് മാത്രമായിട്ട് ഇത് കുറഞ്ഞു. നേരത്തെ ഒരു 16 NSG പ്രൊട്ടക്റ്റീവ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു സെക്യൂരിറ്റി അനാലിസിസ് നടത്തി ത്രെറ്റ് പെർസെപ്ഷനൊക്കെ അനാലിസിസ് ചെയ്തതിന് ശേഷം 16 എന്നുള്ള നേരെ 4 ആയി. അപ്പം അത്രയും പേര് സ്പെയറായി. സ്പെയറെന്ന് വെച്ചാൽ അവർക്ക് ഒരു സമയത്ത് NSGക്ക് ഈ VIP ഡ്യൂട്ടി അല്ലാതെ VVIP ഡ്യൂട്ടി അല്ലാതെ വേറെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു. അപ്പോൾ ഗവൺമെൻറ് എടുത്തൊരു ഡിസിഷനാണ് ആർക്കൊക്കെയാണ് അത്യാവശ്യം. ഇപ്പം 2-3 പേർക്കുള്ള നമ്മുടെ യോഗിജി അല്ലെങ്കിൽ അമിത്ഷാ അങ്ങനെയുള്ള Z+ കാറ്റഗറി സെക്യൂരിറ്റി ഏജൻസികൾ നടത്തിയ സെക്യൂരിറ്റി പെർസെപ്ഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പം പണ്ട് നടത്തി വന്ന അലങ്കാരത്തിന് വേണ്ടി ബ്ലാക്ക് കാറ്റിനെ കൊടുക്കുന്ന പതിവ് നിർത്തി. അതുപോലെ ഹൈജാക്കിങ് എന്ന് പറഞ്ഞു, നമ്മൾ കാണ്ഡഹാർ എന്ന് പറയുന്നത് കാണ്ഡഹാർ വിമാനം റാഞ്ചിക്കൊണ്ട് പോയത് നമ്മുടെ ഇന്ത്യയിലെ NSG അടക്കമുള്ള ഫോഴ്സുകൾക്ക് ഒരു വലിയ പാഠമായിരുന്നു. നമുക്ക് ആൾക്കാരെ വിട്ടുകൊടുക്കേണ്ടി വന്നു, മസൂദ് അസർ അടക്കമുള്ള തീവ്രവാദികൾ. അതിനുശേഷമാണോ ഈ പറയുന്ന ആൻറ്റി ഹൈജാക്കിംഗ് ടീമിനെയൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത്? അല്ല, ആ സമയത്തും NSG ആക്റ്റീവാണ്, ആൻറ്റി ഹൈജാക്കിംഗ് ഉണ്ട്. അന്ന് ആൻറ്റി ഹൈജാക്കിങ്ങിൻ്റെ ആക്ഷൻ നടത്താൻ തന്നെ ഒരു കാര്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് IP ചീഫ് ആരായിരുന്നു, നമ്മുടെ അജിത് ഡോവാൾജി ആയിരുന്നു. അന്ന് അദ്ദേഹം ഇതിനെ നടത്തണം എന്നുള്ള പക്ഷത്തിലായിരുന്നു. പക്ഷേ വേറൊരു പക്ഷം നടത്തണ്ട, സിവിലിയൻ്റെ കാഷ്വാലിറ്റി ഉണ്ടാകും, 100 ചിലവാനും പേര് 331 പേരുണ്ട്. അപ്പം നമ്മുടെ ആക്ഷനിൽ, കാരണം അത് എൻ്റർലി ഒരു വേറൊരു ടെറൈനാണ്, നമ്മുടെ രാജ്യമല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി സഹായിക്കാൻ പറ്റുന്ന ഒരു പരിസ്ഥിതിയോ ഒരു എൻവയൺമെൻ്റ് അല്ല. ഖണ്ഡഹാർ അഫ്ഗാനിസ്ഥാനിലാണ്. അന്ന് ഇവരുടെ ISISൻ്റെയും മറ്റേ താലിബാൻ്റെയും ഒക്കെ പീക്ക് ടൈമാണത്. അപ്പം അങ്ങനെ ഒരു വേണ്ട എന്നുള്ളൊരു പക്ഷത്തിൽ തമ്മിലുള്ള ഒരു ചർച്ചയിൽ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അന്ന് NSG സജീവമായിരുന്നു, സന്നദ്ധമായിരുന്നു ചെയ്യാനായിട്ട്, കേപ്പബിളുമായിരുന്നു. പക്ഷേ എന്തോ പൊളിറ്റിക്കൽ ഇടപെടൽ കാരണമായിരിക്കും അത് നടക്കാതെ പോയി. തിരിച്ച് ഈ ട്രെയിനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ, സാർ നേരത്തെ പറഞ്ഞല്ലോ ട്രെയിനിങ് ഒരുപക്ഷെ മതിയാക്കി പോയാൽ മതിയായിരുന്നു എന്ന് തോന്നിയത്, അത് ഏത് പരിശീലനത്തിൻ്റെ ഭാഗത്തായിരുന്നു? അതങ്ങനെ ഒരു പരിശീലനമല്ല ഇത്. പിന്നെ അതിപ്പം നമ്മൾ വാക്കുകളെ കൊണ്ട് അത് വർണ്ണിക്കാൻ ശകലം പ്രയാസമാണ്. മാനസറിലെ ചൂട്, നമ്മൾ ഇവിടുത്തെ ചൂടും അവിടുത്തെ ഡൽഹി അപ്പുറം മാനസർ ആ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഒരു മരുഭൂമി പോലാണ്. ഒരു തണലുമില്ല, ഒന്നുമില്ല. ഇത് സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്ന വരെ നമ്മുടെ ശരീരത്തിലാണ് കൊള്ളുന്നത്. അപ്പം നമ്മൾ മറിയുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നത് ഈ ചൂടിനകത്തു നിന്നുള്ള സംവിധാനമാണ്. അപ്പോൾ ഒബ്സ്റ്റക്കിൾസൊക്കെ ചെയ്യുമ്പോൾ ഒബ്സ്റ്റക്കിൾസിൻ്റെ എല്ലാ അയൺ ബോഡിയാണ്, മെറ്റൽസാണ് മുഴുവൻ ഒബ്സ്റ്റക്കിൾസ്. 10-26 ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളിത് കയറുമ്പോൾ നമ്മുടെ ചങ്കിൽ ഈ ചുട്ടുപഴുത്ത ലോഹമാണ് കൊള്ളുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു അസഹനീയമായിട്ടുള്ളൊരു അനുഭവം. അത് ഈ ഒബ്സ്റ്റക്കിൾ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, എത്ര സമയം കൊണ്ടായിരുന്നു ഈ ഒബ്സ്റ്റക്കിൾ 26 ഒബ്സ്റ്റക്കിൾസ്? അത് പിന്നെ അതൊരു ഒബ്സ്റ്റക്കിൾ കോമ്പറ്റീഷൻസും ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒരു 9-10 മിനിറ്റ് കൊണ്ട് 26 ഒബ്സ്റ്റക്കിൾസ് അന്ന് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കത് 2-3 ഒബ്സ്റ്റക്കിൾസ് ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത്. കാരണം ഇപ്പോൾ ഏജായി, അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള എജിലിറ്റി, നമ്മുടെ സ്ട്രെങ്ത്, സ്റ്റാമിന ഒക്കെ നഷ്ടപ്പെടും. ഇപ്പോൾ നമ്മുടെ പാരാ കമാൻഡോ 51, 52 SAG അവരുടെയൊക്കെ എന്ന് കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റിലാണ് ഈ ഒബ്സ്റ്റക്കിൾസ് അവർ ക്ലോസ് ചെയ്യുന്നത്, വിത്ത് ഫുൾ എക്യുപ്മെൻറ്റ്, വിത്ത് വെപ്പണും എക്യുപ്മെൻറ്റും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒബ്സ്റ്റക്കിൾസ് എല്ലാം ഇത് ചെയ്യുന്നത്. ഈ ഒബ്സ്റ്റക്കിൾസ് കുറഞ്ഞൊരു 1 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്റർ ഉണ്ട്. പല ഇങ്ങനെ സിക്സാക്കാണ്. ഒരു കിലോമീറ്ററിലും കാണും അവിടെ.
ഓക്കെ. പിന്നെ ഈ അൺആംഡ് കോമ്പാക്ട് NSGക്ക് അധികവും ഈ ക്ലോസ് ബാറ്റിൽ ഉണ്ട് എന്നുള്ളത് പോലെ തന്നെയാണ് അൺആംഡ് കോമ്പാക്റ്റും. അത് ഏറ്റവും നമ്മൾ ഈ സിനിമയിലെല്ലാം കാണുന്ന സാധാരണഗതിയിൽ NSGയുടെ കഥകളെല്ലാം വരുമ്പോഴും അൺആംഡ് കോമ്പാക്റ്റ് ഉണ്ട്, അതായത് ദ്വന്ദ്വയുദ്ധം, ആയുധം ഇല്ലാതെയുള്ള പരിശീലനം. അത് ക്യുക്കായിട്ട് ഒരു തോക്കും കൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ ക്യുക്കായിട്ട് അത് പിടിച്ചു വാങ്ങിക്കുക. ശരിക്കും ഈ അൺആംഡ് കോമ്പാക്റ്റ് എന്താ, നമ്മുടെ കളരിയൊക്കെ പോലെ തന്നെയാണോ പഠിക്കുന്നത്? ആ കളരിയും നമ്മുടെ കരാട്ടയും എല്ലാം കൂടി ഒരു മിക്സ്. അതൊരു അൺആംഡ് കോമ്പാക്റ്റ് ക്ലോസ് ക്വാർട്ടറിൽ എങ്ങനെ ഒരാളെ കീഴ്പ്പെടുത്താം അതിനുള്ള ഒരു സംവിധാനം ഉണ്ട്. അതൊരു സിലബസിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് എക്സ്പെർട്ടൈസ് ചെയ്യുന്നവർ പല ലെവലിൽ പോകാം. ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ അൺആംഡ് കോമ്പാക്റ്റും ഒരു പാർട്ടാണ്, ട്രെയിനിങ് കരിക്കുലത്തിൻ്റെ ഒരു പാർട്ടാണ്. അഥവാ ആയുധമില്ലെങ്കിലും നമുക്ക് നേരിടണം. അതാണ് നേരിട്ട് ആ ശത്രുവിനെ കീഴ്പ്പെടുത്തണം. ഇപ്പോൾ ഈ പറയുന്ന സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലുള്ളവരൊക്കെ ഈ പോരാട്ടത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ഈ ക്ലോസ് ബാറ്റിലായിരുന്നു, വളരെ തൊട്ടടുത്താണ് ഫയറിംഗ് ഒക്കെ വന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള പല ആയുധങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു മനോധർമ്മവും കൂടെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. തീർച്ചയായിട്ടും. അപ്പം പല സന്ദർഭങ്ങളിലും വെപ്പൺ ഉള്ളപ്പം, നമ്മുടെ കയ്യിൽ ആയുധം ഉള്ളപ്പോൾ ഒരിക്കലും നമ്മളൊരു അൺആംഡ് കോമ്പാക്റ്റിന് ശ്രമിക്കാറില്ല. ഒരു വെപ്പണിൻ്റെ ഒരു ട്രിഗറിൻ്റെ ശക്തി ഒരിക്കലും ഒരു അൺആംഡ് കോമ്പാക്റ്റിന് കിട്ടത്തില്ല. അപ്പം വെപ്പൺ ഉള്ളപ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ ആ ലെവലിലേ പോകത്തുള്ളൂ, അൺആംഡ് കോമ്പാക്റ്റിന് പോകാറില്ല. വെപ്പൺ ഇല്ല, അമ്യൂണിഷൻ തീർന്നു പോയി, അല്ലെങ്കിൽ വെപ്പൺ ഫങ്ഷനബിൾ അല്ല എങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഇത് അവസാനം വരെ തീർന്നെങ്കിൽ മാത്രമേ അൺആംഡിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യം അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ പറയുന്ന പരിശീലനം, കഠിനമായ പരിശീലനം എല്ലാം കഴിഞ്ഞെങ്കിലും ആ ഒരു യൂണിഫോമിൽ നിന്ന് സർവീസിലേക്ക് കയറുമല്ലോ, ഈ NSGയുടെ ട്രെയിനിങ് പീരീഡിൽ നിന്ന് സർവീസിലേക്ക് കയറിയപ്പോൾ ഈ കാഠിന്യം കുറഞ്ഞായിരുന്നു? കാഠിന്യം കുറഞ്ഞെങ്കിലും ട്രെയിനിങ്ങിൻ്റെ ആ കാഠിന്യം കുറഞ്ഞു. പക്ഷേ ഞങ്ങൾ യൂസ് ടു ആയി. ഒരു 3 മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഓടിയില്ലേ, രാവിലെ ഒരു 10 കിലോമീറ്റർ ഓടിയില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അതൊരു ജീവിത ശൈലിയുടെ ഒരു ഭാഗമായിട്ട് നിന്ന് അത് എന്തുകൊണ്ടും ഇപ്പോഴും അതിൻ്റെയൊക്കെ ഒരു ബലത്തിലാണ് ഇപ്പോഴും നമ്മൾ നടക്കുന്നത്. അത് പിൽക്കാലത്തും അതിൻ്റെ ആ ട്രെയിനിങ്ങിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞോട്ടെ, ഭക്ഷണം എന്തൊക്കെയായിരുന്നു ഇവിടെ? ഭക്ഷണം നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളാണ് മേജർലി. 90-95% നോർത്ത് ഇന്ത്യൻ ഭക്ഷണമാണ്. പക്ഷേ ഇപ്പം സൗത്ത് ഇന്ത്യൻ ഭക്ഷണം, കേരളത്തിലെ ഇഡ്ഡലി ദോശയൊക്കെ ആഴ്ചയിൽ ഇങ്ങനെ മെനു ആയിട്ട് അവർ കൊടുക്കാറുണ്ട്. പ്രത്യേക ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ NSG കമാൻഡോസ്? പ്രത്യേക ഡയറ്റ് ഉണ്ട്. അത് ഓരോരുത്തർക്ക് ഓരോ സ്കെയിലുണ്ട്. പാല്, മുട്ട, ഇറച്ചി, അങ്ങനെയുള്ള എല്ലാം. ആ ഒരു നമ്മുടെ സമീകൃത ആഹാരം എന്ന് പറയത്തില്ലേ, അത് കംപ്ലീറ്റ് ഫുഡ്, അതൊരു കമാൻഡോയ്ക്ക് കിട്ടണമെന്ന് ഒരു നിബന്ധനയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേഷൻ അവിടെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ പേരിലുള്ള സാധനം അവിടെ കിട്ടും. അത് മോർ ദാൻ ഇനഫാണ്. അതിനകത്ത് പാലുണ്ട്, മീറ്റുണ്ട്, പച്ചക്കറിയുണ്ട്, പഴങ്ങളുണ്ട്, പഴവർഗ്ഗങ്ങൾ എല്ലാം ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് വരെയുള്ള സംഗതികളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ചേർന്നതാണ് ഒരു മീല്. ഞാനിപ്പോൾ സാറ് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ഈ എക്സസൈസിൻ്റെ കാര്യം, ഈ പറയുന്ന ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ കാര്യം, ആംഡ് കോമ്പാക്റ്റ്, ഭക്ഷണക്രമം, ഇതെല്ലാം ചേർത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കായിരുന്നു. ഒരു സാധാരണഗതിയിൽ പറയും, വെൻ യു ആർ 18 യു ബിക്കം ആൻ അഡൾട്ട്, വെൻ യു ബിക്കം എ ആർമി പേഴ്സൺ യു ആർ എ മാൻ. അതായത് NSG എന്ന് പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് മാൻ ആവുന്നതാണ് NSGയുടെ ഒരു ട്രെയിനിങ്ങിന് ശേഷം എന്നുള്ളതാണ് എനിക്ക് കേട്ടപ്പോൾ. അതെ, തീർച്ചയായിട്ടും. പിന്നെ അതിൻ്റെ NSGയുടെ SPGയുടെ ഒക്കെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ സർവീസിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ലെഗസി നമ്മൾ ക്യാരി ചെയ്യും. നമ്മുടെ ഭക്ഷണത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൽ, നടപ്പിൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ എല്ലാം അതങ്ങ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴും നമ്മളത് നല്ലപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ആ NSG SPG ജീവിതങ്ങൾ. തീർച്ചയായും വലിയ അനുഭവങ്ങളാണ്. അതെ. താങ്ക് യു സർ.